നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് 18 ജൂലൈ 2025. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഭരണങ്ങൾ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം പ്രധാനമായിട്ട് ലീഗുകാരുടെ പൈസയുടെ ആർത്തി. എന്ത് ചെയ്താലും വേണ്ടില്ല, പൈസ ഉണ്ടായാൽ മതി എന്ന് മാത്രമാണ്. പക്ഷെ അതവർക്ക് മണ്ടത്തരം പറ്റിയുള്ളതാണ്. കാരണം ഈ നാട്ടിലെ തൊഴിൽ സ്ഥാപനങ്ങൾ വരാണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. തൊഴിൽ സ്ഥാപനങ്ങൾക്ക് കൊണ്ടുവരാൻ ഇവർ നിന്നാൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരെയും മുടക്കി വിടുക. ഒരാളെ മാത്രമല്ല, അവർ ചെയ്യില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ കൂടി അത് ചെയ്താൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് മുടക്കി വിടും. എന്ന് വെച്ചാൽ എൻ്റെ പേരിൽ നുണ പ്രചരിപ്പിക്കാൻ ഇതുവരെ അവർ നടന്ന് ചെയ്തുകൊണ്ടിരിക്കുക, കൂട്ടം നടന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു CA രാശി, ഒരു കരീം സാഹിബും കൂടിയാണ് ചെയ്യുന്നത്. ഈ കരീം സാഹിബും ഞാനും കൂടി ആയിട്ടുള്ള തെറ്റെന്ന് വെച്ചാൽ, ഞാൻ മനഃപൂർവ്വം തെറ്റിയതല്ല. ഞാൻ പ്രവാസി മെമ്പറായിരിക്കുന്ന സമയത്ത് എൻ്റെ മേശപ്പുറത്ത് ഒരു ഫയൽ, അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ നേതാവ് BKMLP സ്കൂളിൻ്റെ മാനേജർ വെച്ചുള്ളൊരു സാധനമാണ്. ആ ഫയൽ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. ഞാനത് പരിശോധന നടത്തിയിട്ട് നോക്കുമ്പോൾ ശരിയാണ്. വളരെ കാലമായിട്ട് ചുറ്റുപാടത് ആരെയും കുറ്റമൊന്നുമല്ല. അപ്പം അത് സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് 6 തവണ റോഡിന് റീടെൻഡർ വെച്ചിട്ട് അതിൻ്റെ പൈസ കടിച്ചെടുത്തു. ഒരു തവണ മാത്രം പണിയെടുത്തു എന്നാണ്. അത് വളരെ ശരിയായിരുന്നു. അത് ഞാൻ വിജിലൻസ് റെഫർ ചെയ്തു. അതായത് സർക്കാരിൻ്റെ സാധനം ഖദറിൻ്റെ കുപ്പായിട്ടവർക്ക് അങ്ങനെ അത് ചെയ്യാൻ കഴിയും. അത് നിയമപ്രകാരം അതിൻ്റെ സംവിധാനം അങ്ങനെയാണ്. നിങ്ങളെ കാര്യം മനസ്സിലാക്കണം. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് ലീഗിനെ തകരാറ് ചെയ്താൽ ഇത്തരത്തിലാവും എന്ന് കണക്കാക്കിയിട്ടാണ്, ഇവർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലോകം ഒന്നായിട്ട് നാശം ചെയ്തത്. ലീഗിനോട് മോശം ചെയ്താൽ അമേരിക്ക പൊട്ടിച്ചാടുന്നു എന്ന് ഒരാൾ കാണിച്ചതാണ്. അതിലിപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥാപനവും തുറക്കാൻ പറ്റില്ല, ഒരാൾക്കും ജീവരക്ഷാ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അത് ഇപ്പോൾ പാണക്കാട് തങ്ങളുടെ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. എന്നിട്ട് എന്താ നടക്കാത്തത്? ഈ മന്ത്രം കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് നടക്കില്ല. നടക്കണമെങ്കിൽ കർമ്മം ശരിയാവണം. മന്ത്രം കൊണ്ട് നടക്കണമെങ്കിൽ കർമ്മം ശരിയാവണം. ഇപ്പോൾ സമസ്തയുടെ കീഴിലുള്ള ഒരു പണ്ഡിതന്മാർക്ക് അത് കഴിയില്ല. ഇത് പലതവണ ഞാൻ പറഞ്ഞാണ്. ഇപ്പം ജനങ്ങൾക്കുള്ള അപകടത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല സാധനത്തിന്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ കൈ കൊണ്ട് തകരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി നേരിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഞാനിതിൽ കൊടുത്തത് ഒരു കല്യാണ പരസ്യം, ഒരു മരുന്നിൻ്റെ പരസ്യം. പിന്നെ ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചെയ്യുന്നതൊക്കെ ഇവിടുത്തെ ലീഗുകാരാണ്. മുഴുവൻ ചെയ്യുന്നത് ലീഗുകാരാണ്. ഇപ്പം ഞാൻ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ BJPയിലേക്ക് പോയി, അല്ലെങ്കിലോ കുട്ടി കരഞ്ഞിട്ട് ആയിക്കൂടെ അടി കിട്ടിയെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് മാറ്റം വരുത്താൻ ഇവർക്ക് തൽക്കാലം കൂട്ടിയാൻ പറ്റില്ല. കാരണം BJPക്കാർ ചെയ്യുന്നത് കുറേ ന്യായമുണ്ട്, ശരിയുണ്ട്. ഞാനിവിടെ കണ്ടിടത്തോളം അങ്ങനെയാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ള മറുസൈഡൊന്നും എനിക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും ഇവിടെ എങ്ങനെയാണ് ഞാൻ കണ്ട് പഠിച്ചിടത്തോളം, ഇവിടെ തെറ്റ് ചെയ്യുന്നവർ കംപ്ലീറ്റ് ലീഗുകാരും കോൺഗ്രസ്സുകാരും ഇവിടുത്തെ CPMകാരും. അതിന് തർക്കമൊന്നും വേണ്ട. ഇവിടെ നിങ്ങൾക്ക് മരുന്ന് കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയ സംവിധാനം ഇവരെ ഈ പൈസയുടെ ആർത്തിയാണ്. അല്ലാണ്ട് ഇവിടെ സംവിധാനങ്ങളില്ലാതെ അതൊന്നും ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അപ്പം എൻ്റെ അടുത്ത് നല്ല മരുന്നുണ്ട്. ഇപ്പം ഇന്നലെ വയനാട്ടിലൊരു കുട്ടി പാമ്പ് കടിച്ചു, അത് മരിച്ചു പറഞ്ഞിട്ട് കൊണ്ടുപോയി മറവ് ചെയ്തിരിക്കുക. ഈ മറവ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറും മണ്ണിൻ്റെ ഉള്ളിൽ ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, മുമ്പ് കാലത്തൊക്കെ അതുപോലെ മരിച്ചെന്ന് ഇംഗ്ലീഷ് മരുന്നേരെ പറഞ്ഞ ആൾ 2 കൊല്ലം 5 കൊല്ലം കവറിൻ്റെ ഉള്ളിൽ പട്ടിണി കിടന്നിട്ട് അടുത്ത കവർ വയ്ക്കുമ്പോൾ നെരിച്ച് വന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഇവരെ ഈ നുണ പറച്ചിൽ കാരണമാണ്. ഇതിൻ്റെ ഒരു യഥാർത്ഥം ഉള്ളുണ്ട്. അതായത് അബോധാവസ്ഥയിൽ കിടക്കുക എന്നാണ്. അത് നിങ്ങൾക്ക് പുറമെ തന്നെ കാണാൻ. ചില ആളുകൾ 70 കൊല്ലമൊക്കെ ആയിട്ട് ബോധം കെട്ട് കിടക്കുന്നത് മനസ്സിലായില്ലേ? ഇതുപോലെ സംഭവമാണ്. അപ്പോൾ ഇത് നേരെയൊക്കെ അതിന് മരുന്ന് വെച്ചാൽ 6 മണിക്കൂർ നേരം കൊണ്ട് അത് ജീവിതത്തിലേക്ക് മടക്കി വരും. അപ്പോൾ ഇതിന് ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ സമ്മതിക്കില്ല, മുസ്ലിം ലീഗുകാർ സമ്മതിക്കില്ല. അവർ നിങ്ങളുടെ പിന്നിൽ നുണ പ്രചരിപ്പിച്ച് ഏറ്റവും വലിയ അബദ്ധമാക്കി തീർക്കുക.
എന്നിട്ട് നാട് നശിപ്പിക്കാൻ നിൽക്കുക. ഒരാൾ മാത്രമല്ല, സർക്കാരിലേക്ക് ഒരു രൂപ ഇവരെ ഇരുന്നാൽ ഭരിച്ചാൽ കിട്ടില്ല. ഈ ലീഗുകാർ ഇവിടെ നിങ്ങൾ എന്തൊക്കെ പണിയെടുത്താലും ശരി ഒരു രൂപ ആരും അടക്കില്ല. എന്താ കാരണം? ലീഗുകാരുടെ മൊത്തം സ്വഭാവം വളരെ മോശമാണ്. അതിൻ്റെ അർത്ഥങ്ങളൊരു പാടില്ല. അവർ അവർക്ക് ഒന്നേ അറിയുള്ളൂ, നുണ പറയാനേ അറിയുള്ളൂ, കളവ് നടത്താനും മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അവരെല്ലാം കൂടി ശരിയാക്കും. നിങ്ങൾ ഏത് ലീഗുകാരനെ എവിടെ കണ്ടാലും അതാ ശരി. അപ്പോൾ ഇതിന്ന് മാറ്റം വരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം ചിന്തിക്കണം. എൻ്റെ പക്ഷത്തേക്ക് വരാൻ ഞാൻ അനങ്ങില്ല, ഇരിക്കണോടത്ത് തന്നെ അടങ്ങില്ല. മനസ്സിലായില്ലേ? എൻ്റെ പക്ഷത്തേക്ക് വരായിരുന്നാൽ നിങ്ങൾ നുണ പ്രചരിപ്പിച്ചാൽ നിങ്ങൾ അതുകൊണ്ട് നശിക്കുക എന്നല്ലാണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നാശം ചെയ്യുന്നത് നമ്മുടെ മുസ്ലിം ലീഗുകാർ പിന്നിൽ ഇറങ്ങിയിട്ടാണ് തകരാറ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും അങ്ങനെയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഈ കള്ളത്തരം ഫുള്ളായിട്ട് ലീഗിൻ്റെ അടുത്താണ്. ഇത് പൊളിപ്പിക്കാൻ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ നാട്ടിലെ തൊഴിൽ സ്ഥാപനങ്ങൾ കൊണ്ടുവരാണ്ട് ഇവരെ ആരും അംഗീകരിക്കുന്ന പ്രശ്നമേ വരുന്നില്ല. തൊഴിൽ സ്ഥാപനം കൊണ്ടുവരണം, അതിന് ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ കൂട്ടായിട്ട് പിന്നെ നിങ്ങളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. എന്നെ സമ്മതിച്ചില്ല, എനിക്ക് നാട്ടുകാരെ കാര്യം അറിയാലോ, എൻ്റെ ചങ്ങാതിമാരെയും സമ്മതിച്ചില്ല. കാരണം ഇവരങ്ങനെയാണ്, കൂടെ തന്ത്രം എടുത്തിട്ട് നടക്കും. അതിന് കുറേ വേശിപ്പെണ്ണുങ്ങളുണ്ട് ഇവരെ കൂടുതൽ, ലീഗുകാരെ കൂടുതൽ, CPM-മാരെ കൂടുതലുണ്ട്. ഇവർ രണ്ട് കൂട്ടരും കൂടി കൂടിയാൽ ലെവലായി. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ നശിപ്പിക്കാൻ എനിക്കേ പറ്റും. ഞാൻ കൃത്യമായിട്ട് അക്കട്ട് കാണിച്ചു തരാം. ഇവരെ ഒരു തരികടി നടക്കണ്ട ഞാൻ ശരിയാക്കും. ഞാനത് വെറുതെ കുറ്റം പറഞ്ഞൊന്നുമല്ല. എനിക്ക് ഒരുപാട് കാലത്തെ വേദനയാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ഇവരെന്നെ തകരാറ് ചെയ്തിട്ട് ഞാൻ തെറ്റ് ചെയ്യാണ്ട് എന്നോട് മോശം ചെയ്തതിൻ്റെ പല്ലാണ് ഈ കാണുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ നിങ്ങളോട് കുറ്റം പറയാൻ വന്നതല്ല, കുറ്റമല്ല സാർ, എന്നെ നാശം ചെയ്തതിൻ്റെ ക്ലിയർ ഫയൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇന്നും ഇന്നലെ ഇട്ടിട്ടുള്ള ഫയലുകൾ നോക്കി നോക്കിയാണ്. അല്ലെ വെറുതെ പറഞ്ഞാൽ ജനങ്ങളോട് പറഞ്ഞാൽ നടക്കില്ല. അതുപോലെ ഇവിടുത്തെ പോലീസിനെതിരെ ആഞ്ഞടിക്കാൻ കാരണം പോലീസുകാർ ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സാധനം നോക്കണ്ട. ഇവിടെ കറണ്ട് കണ്ടുപിടിക്കൽ, മരുന്ന് കണ്ടുപിടിക്കൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമുള്ള സാധനമൊന്നും ഈ ലീഗുകാരും തങ്ങന്മാരെ ചെയ്യില്ല. മനസ്സിലായില്ലേ? അവരാ പള്ളിക്കൊന്ന് ഇറങ്ങിയിട്ട് അവർ ചെയ്യില്ല. അവരൊരു വാങ്ങ് കൊടുക്കും, എന്നിട്ട് ദ്വയർക്കും. ഇപ്പോൾ കൊറോണ വൈറസ് വരുന്നിട്ട് എന്തായി? അപ്പോൾ അവർക്കൊന്നും കഴിയില്ല. അസ്സലാമു അലൈക്കും.